ജോർജ് ജോസഫ് തുടരുക. രാഹുൽ ഈശ്വർ, അത് സാധ്യമായ കാര്യമാണോ? കാരണം ഇപ്പോൾ സംസാരിച്ച ജോസ് തോമസ് ഫെഫ്കയുടെ പ്രതിനിധിയും ഒപ്പം ശ്രീ ബൈജു കൊട്ടാരക്കരയും ശ്രീ മുൻ എസ് പി ശ്രീ ജോർജ് ജോസഫ് ഒക്കെ പറഞ്ഞത് ഇത്തരക്കാരെ സിനിമയിൽ വെച്ച് പൊറിപ്പിക്കരുത്, അവരെ സിനിമയുമായി ബന്ധപ്പെട്ട് സഹകരിപ്പിക്കരുത്. പുതിയ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ ഇങ്ങനെ അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സിനിമ സാധ്യമാണോ? അല്ല, രണ്ട് കാര്യങ്ങളാണ്. ഇതിനോട് ഒരു സീറോ ടോളറൻസ് പോളിസി നമുക്ക് ഏവർക്കും വേണമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതോടൊപ്പം രണ്ട് അപ്രോച്ചസ് ആണ് നാഷണലിയും ഇന്റർനാഷണലും ഇതിൽ വാലിഡ്. അതായത് ഡ്രഗ് യൂസേഴ്സിനെ വിക്ടിംസ് കൂടിയായി കാണുന്ന, അവരും ഇതിൽ അകപ്പെട്ടു പോയവരായി കാണുന്ന ഒരു സമീപനമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഫിലിപ്പൈൻസ് അടക്കമുള്ള രാജ്യങ്ങളിൽ അഗ്രസീവായിട്ട് വെടിവെച്ചു കൊള്ളണമെന്ന അപ്രോച്ചൊക്കെ ഉണ്ടായപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അങ്ങനെയല്ല, ദീസ് പീപ്പിൾ ആർ ഓൾസോ വിക്ടിംസ് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് പുറത്തെടുക്കുന്നത്. അവിടെയാണ് ശ്രീനാഥ് ഭാസിയൊക്കെ ബ്രില്യന്റ് അഭിനേതാക്കളാണ്, ഏറ്റവും ഗംഭീരമായ പെർഫോമൻസ് ആണ്, അവരൊക്കെ തെറ്റായ മാതൃകകൾ കൊടുക്കും. അപ്പൊ ഒരുപാട് തലങ്ങളിലുള്ള ഇന്റർവെൻഷൻ ഉണ്ട്. ഇനി നമ്മൾ കുറെ കൂടെ സാങ്കേതികമായി പറഞ്ഞാൽ ഡിമാൻഡ് സൈഡ്, സപ്ലൈ സൈഡ്, രണ്ട് രീതിയിലുള്ള ഇന്റർവെൻഷൻസ് വരുന്നുണ്ട്. അതിൽ ഡിമാൻഡ് സൈഡിൽ കൂടുതൽ ഇടപെടാൻ കഴിയുന്നത് ഗവൺമെന്റ്, പോലീസ് പോലുള്ള ഏജൻസികളിലാണ്. സപ്ലൈ സൈഡിൽ ഇടപെടാൻ കഴിയുന്ന ഗവൺമെന്റ്, പോലീസ് പോലുള്ള ഏജൻസികളാണ്. എന്നാൽ ഡിമാൻഡ് സൈഡിൽ അവയർനെസ് ക്രിയേഷൻ, നിയമം മൂലമുള്ള ബോധവൽക്കരണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പോലീസിന്, പൊതുസമൂഹത്തിനൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷെ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, കേരളത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ നാർക്കോട്ടിക്സ്. ലാലേട്ടൻ പണ്ടത്തെ സിനിമയെ പറയുന്ന പോലെ നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ് എന്ന് വീണ്ടും വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്കൂൾ, കോളേജ് ലെവലിൽ അടക്കം ഒരു ഇന്റർവെൻഷൻ വേണം. കാര്യം പല MDMA ഹോളും ഇന്ത്യയിൽ നടക്കുന്നതിൽ വൺ ഓഫ് ദി ടോപ്പ് കേരളത്തിലാണ് നടക്കുന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പല കണക്കുകളും സൂചിപ്പിക്കുന്നത് പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് ഇഷ്യൂ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്ന് കേരളമാണ്. ഫസ്റ്റ് കൺസംഷൻ ഏജ് ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന സ്ഥലങ്ങളിലൊന്ന് കേരളമാണ്. അതായത് ആദ്യം ഡ്രഗിനോട് ഇന്റർഫേസ് കുട്ടികൾക്ക് വരുന്ന സ്ഥലങ്ങളിലൊന്ന് കേരളമാണ്. അപ്പം സീരിയസ് ആയ ഒരു പ്രശ്നം ഉണ്ടെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പോൾ ഈ സിനിമയെ ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇത് ഇംപ്രഷനബിൾ ഏജ് എന്ന് പറയുന്ന ഒരു 13 മുതൽ 20 വരെയുള്ള ഏജിലെ ആൾക്കാർ, സിനിമാ താരങ്ങളൊക്കെ ഇത് ഉപയോഗിക്കുന്നത് കണ്ടാൽ അവർക്ക് അത് ഉപയോഗിക്കാനുള്ള അട്രാക്ഷൻ കൂടും. അതാണ് സെൻസ് ഓഫ് മെച്യൂരിറ്റിയും തോന്നും. ഞാനും അങ്ങുമൊക്കെ ചെറുപ്പകാലത്ത് പഠിച്ചിരുന്നപ്പോൾ സുഗതകുമാരി ടീച്ചറിന്റെ ഒരു ലേഖനം വായിച്ചു കാണും. അതിൽ നമ്മളോട് പറയുന്നത് സിഗരറ്റ് വലിച്ചാൽ നീ വലിയ ഹീറോ ആവുമെന്ന് തെറ്റിദ്ധരിക്കുന്ന സിനിമകൾ വരുന്നതിനെ കുറിച്ചാണ്. ഇന്ന് ആ സിഗരറ്റും മദ്യവും ഒക്കെ പോയി MDMAയും LSDയും ഈ സിന്തറ്റിക് ഡ്രഗ്സും ഒക്കെ വരുമ്പോൾ വളരെ സീരിയസ് ആയ ഇഷ്യൂ ആണ്. അവിടെയാണ് പോലീസിംഗ്, അവയർനെസ്, മീഡിയ ഇന്റർവെൻഷൻ, ഒരുപാട് കൗൺസിലിംഗ്, മെന്ററിംഗ് തുടങ്ങിയ മൾട്ടി പ്രോങ് അപ്രോച്ച് ഇതിന് വേണം. ഇതിൽ യാതൊരു വിഭാഗീയതയും കാണിക്കരുത്. ഇതിൽ യാതൊരു ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് ലഹരി നമ്മളെ നശിപ്പിക്കുമെന്ന തിരിച്ചറിവോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതിനെല്ലാവരും ഈ വിഷയത്തിൽ കൈകോർക്കണമെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. ഈ പ്രശ്നങ്ങൾ പക്ഷേ ഈ പറഞ്ഞതുപോലെ തുടർച്ചയായി കേസുകളിൽ പെടുന്ന നടന്മാരുണ്ട്, അവരെ ഒഴിവാക്കി നിർത്തി സിനിമ പോകുന്നില്ല. 2015 ഷൈൻഡോ ജാക്കോ ഈ കേസിൽ സ്പോട്ടിൽ പിടിക്കപ്പെട്ട ആളാണ്. ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിലൊക്കെ കുറ്റവിമുക്തനായി തിരിച്ചു വരുന്നു. അതിനുശേഷം സിനിമയിലൊക്കെ ഏത് തരത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനം നമുക്കറിയാം. ഒരുപാട് സിനിമകൾ നായകനാകുന്നു, സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ആളായി മാറുന്നു. നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ശ്രീനാഥ് ഭാസി പിടിക്കപ്പെട്ടത് പ്രയാഗമാട്ടിനൊപ്പം, ആ കേസിലും പ്രതികളാക്കാൻ പോലീസ് സംവിധാനം തയ്യാറായില്ല. അങ്ങനെ കാര്യക്ഷമമായ ഒരു അന്വേഷണം ഇല്ലാത്തതാണോ, അല്ലെങ്കിൽ തെളിവുകളുടെ അഭാവമാണോ, നമ്മുടെ ലൂപ്പ് ഹോൾസ് ആണോ? അതൊക്കെയാണല്ലോ പ്രശ്നം. അല്ല, അവിടെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ശ്രീ ജോസ് തോമസിന്, ശ്രീ ബൈജു കൊട്ടാരക്കരയൊക്കെ വ്യത്യസ്ത സിനിമാ സംഘടനകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, അവരുടെ ഇടയിൽ തന്നെ ഇന്റേണൽ ആയിട്ട് അത്തരം കമ്മിറ്റികളും മെന്ററിങ്ങും ഒക്കെ വേണം. പിന്നീട് ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം, ഇവരെല്ലാം യങ്സ്റ്റേഴ്സ് ആണ്. യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 30 വയസ്സിലോ 35 വയസ്സിലോ താഴെയുള്ളവരാണ്. അപ്പൊ ഇവരെ അടിച്ചകറ്റി കളയുകയല്ല, ചേർത്ത് നിർത്തി നന്നാക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വം കൂടെ നമ്മുടെ സമൂഹത്തിനുണ്ട്. നമുക്കറിയാം, സഞ്ജയ് ദത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ താരമാണ്. മഹാനായ സുനിൽ ദത്തിന്റെയും നർഗിസിന്റെയും മകനാണ്. അതായത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ താരം രൺബീർ കപൂർ. ഇവര് രണ്ടും ഡ്രഗ്സിലൂടെ കടന്നുപോയ വ്യക്തിത്വങ്ങളാണ്. അല്ലെങ്കിൽ ഫർദീൻ ഖാനെ കൊക്കൈനുമായിട്ട് പിടിക്കുകയുണ്ടായി. ഫർദീൻ ഖാൻ കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് ഞാനൊരു ഹൈ പ്രഷർ ഫീൽഡിൽ നിൽക്കുകയാണ്, അങ്ങനെ ഞാൻ ഇതിൽ പെട്ടുപോയതാണെന്നൊക്കെയാണ്. അപ്പൊ ഈ യങ്സ്റ്റേഴ്സ്, ഗ്ലാമർ ഇൻഡസ്ട്രി, ഗ്ലിറ്റ്സ് ഇൻഡസ്ട്രി, ഫാഷൻ, ഈ കാണുന്ന എക്സ്ട്രാവഗൻസയിൽ വരുന്നവർ ചിലപ്പോഴെങ്കിലും വഴി തെറ്റിപ്പോവുകയാണ്. അപ്പൊ ഈ വഴി തെറ്റുന്നവരെ നമ്മൾ വില്ലന്മാരായിട്ടല്ല എടുക്കേണ്ടത്, പകരം വഴി തെറ്റിയവരും കൂടി ഇരകളാണ് എന്ന തിരിച്ചറിവിൽ. ഡ്രഗ് പെഡലേഴ്സ് വേറൊരു കേസ് തന്നെയാണ്. പക്ഷേ സഞ്ജയ് ദത്ത് ആകട്ടെ, രൺബീർ കപൂർ ആകട്ടെ, അങ്ങനെ അല്ലെങ്കിൽ ഫർദീൻ ഖാൻ ആകട്ടെ, ഇവരെയെല്ലാം മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു നീക്കം നമ്മൾ നടത്തണം. ഇവരെ അകറ്റി കളയുന്നതിലല്ല,
ചേർത്ത് നിർത്ത് പരിഷ്കരിച്ച് നന്നാക്കുക എന്നൊരു സമീപനം അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് സിനിമയിലെ ആക്സസ് ഇല്ല. പക്ഷെ സിനിമാ രംഗത്ത് ഇരിക്കുന്ന രണ്ടുപേരും കൂടെ ഉള്ളതുകൊണ്ടാണ് അവരടക്കം അല്ലെങ്കിൽ നമ്മുടെ അമ്മയടക്കം ഫെഫ്കെ അടക്കമുള്ള സംഘടനകൾ ഇടപെട്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ നന്നാക്കുക, ചേർത്ത് നിർത്തുക, റിഫോം ചെയ്യുക, പരിഷ്കരിക്കുക കൂടെ വേണം. കാര്യം ഇവരില്ലെങ്കിൽ സംഭവിക്കുക എന്താ അറിയാമോ? ഇവർക്ക് സിനിമ കിട്ടുന്നില്ല, സിനിമയെ അകറ്റി നിർത്തുന്നു, ഇവർ കൂടുതൽ ഡ്രഗ് അഡിക്ഷനിലേക്ക് പോകും. അത് പിന്നെ ഒരു ലൂപ്പായി മാറും. അതായത് ജീവിത പരാജയങ്ങളിൽ നൊടിച്ചോടാൻ അവർ വീണ്ടും കൂടുതൽ ഡ്രഗ്സിലേക്ക് പോകും. ആ ഡ്രഗ്സ് കാരണം അവർക്ക് വീണ്ടും പരാജയങ്ങളിലേക്ക് പോകും. അതൊരു ഫെയിലിയർ ലൂപ്പായി അല്ലെങ്കിൽ സ്പൈറൽ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു കാര്യമായി മാറും. അപ്പോൾ ഇവരുടെ ജീവിതവും നന്നാക്കാൻ ശ്രീനാഥ് ഭാസിയും ഒക്കെ എല്ലാം അറിയുന്നത് പോലെ ഗംഭീര പെർഫോമറാണ്. ഷൈൻ ടോം ചാക്കോ ഗംഭീര പെർഫോമറാണ്. അപ്പൊ അവിടെയാണ് ഇവരെ നന്നാക്കുക എന്നൊരു ഉത്തരവാദിത്വം കൂടി മലയാള സിനിമ എന്ന വലിയ കുടുംബം ഏറ്റെടുക്കണം. ആ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ശ്രീ ബൈജു കൊട്ടാരക്കര, അത് ആ ഒരു ഇതിനോട് എങ്ങനെ താങ്കളുടെ പ്രതികരിക്കുന്നു? കാരണം ഈ പറഞ്ഞ പോലെ